Hello everyone, Techie Wizard in a പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടന്റ് Redmi Note 10 Pro Max എന്ന് പറയുന്ന ഡിവൈസിന്റെ റിവ്യൂ ആണ്. അതായത് Redmi Note 10 സീരീസിലെ ഏറ്റവും ടോപ്പ് മോഡലായ Redmi Note 10 Pro Maxന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ട് തന്നെ കുറേ മാസങ്ങളാവുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഓവർവ്യൂ, ഇതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ വേർഡിക്റ്റ്, അതുപോലെ തന്നെ ഇനി ഈ പ്രൊഡക്റ്റ് ഈ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് മേടിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇനി ഒരുപാടൊന്നും പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കണ്ടന്റിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വലിയ സപ്പോർട്ട് ആകും. അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ആക്കുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് നേരെ കണ്ടന്റിലേക്ക് കിടക്കാം. ഈ പ്രൊഡക്റ്റിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ തന്നെ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. Redmi Note 10 പ്രോയ്ക്കും പ്രോ മാക്സിനും സെയിം ഡിസൈനാണ് വരുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസൈൻ തന്നെയാണ് ഈ ബഡ്ജറ്റിൽ. ഇതിനകത്തൊരു പ്രീമിയം ഫീൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസ് ബിൽഡാണ്. ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഏതാണെന്ന് നോക്കിയാൽ Gorilla Glass 5 ആണ്. 8.1 mm തിക്നെസ്സും 192 gram വെയിറ്റുമാണ് ഇതിൽ വരുന്നത്. നമുക്ക് മീഡിയം ലെവലിൽ വരുന്ന വെയിറ്റ് ആൻഡ് തിക്നെസ് ആണ്. നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ താഴെയായിട്ട് നമുക്ക് സ്പീക്കറും അതുപോലെ ടൈപ്പ് സി പോർട്ടും മൈക്കും ആണ് വരുന്നത്. റൈറ്റ് സൈഡിലാണ് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും വരുന്നത്. പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സിം ട്രേ ആണ്. ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ട് ആണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മുകളിലായിട്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സും ഹെഡ്ഫോൺ ജാക്കും സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്രോഫോൺസും IR ബ്ലാസ്റ്ററും കാണാൻ പറ്റും. ഓവറോൾ ഫിസിക്കൽ ഓവർവ്യൂ പറയുകയാണെങ്കിൽ കൊടുക്കാവുന്ന എല്ലാ എലമെന്റ്സും ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഡിസൈൻ ബേസ് റെഡ്മി നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയാം. നമുക്കൊരു നോർമൽ പേഴ്സണിന്റെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. അധികം വെയിറ്റ് ഒന്നും ഇല്ല. അതുപോലെ പ്രീമിയം ഡിസൈൻ തന്നെയാണ്. ഇതിൽ ബാക്ക് കവറൊക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്രീമിയം ഫീൽ കൂടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് വൈസ് നല്ലൊരു റേറ്റിംഗ് തന്നെ നമ്മൾ ഇതിന് കൊടുക്കണം. എൻ്റെ കയ്യിലിരിക്കുന്നത് വിൻറ്റേജ് ബ്രോൺസ് ആണ്. അത് കൂടാതെ ഗ്ലേഷ്യൽ ബ്ലൂവും ഡാർക്ക് നൈറ്റും ഡാർക്ക് നെബുല എന്ന് പറയുന്ന ഒരു കളറും സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും ഹൈലൈറ്റും പ്രീമിയം തോന്നുന്നത് വിൻറ്റേജ് ബ്രോൺസ് തന്നെയാണ്. എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി ഇഷ്ടം ഡാർക്ക് നൈറ്റ് തന്നെയാണ്. അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ കളർ ഓപ്ഷൻസ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റീഫ്രഷ് റേറ്റ് ഇതിൻ്റെ പാനൽ വരുന്നുണ്ട്. AMOLED + 120 Hz 2400x1050 പിക്സൽസ് ആണ് റെസൊല്യൂഷൻ. 1200 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. HDR10ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 395 പിക്സൽ പെർ ഇഞ്ചാണ് ഡെൻസിറ്റി. വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ബഡ്ജറ്റിൽ റെഡ്മി കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ വൈസ് ഓൾവേസ് റെഡ്മിക്ക് ചെറിയൊരു ഡൗൺ ഗ്രേഡ് ആണ് വരാറ്. പക്ഷേ Redmi Note 10 സീരീസിൽ കംപ്ലീറ്റ്ലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഡിസ്പ്ലേ വൈസ് ഒരു പ്രശ്നവും വന്നിട്ടില്ല. Redmi Note 10 Pro Max വേരിയൻസ് നോക്കുവാണെങ്കിൽ അതാത് ബഡ്ജറ്റിലെ ഏറ്റവും മികച്ച ഡിസ്പ്ലേകൾ തന്നെയാണ്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് Android 11 ആണ്. MIUI 12 ആണ് ഇതിൻ്റെ UI ആയിട്ട് വരുന്നത്. ഇപ്പോൾ MIUI എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ നാൾക്ക് മുമ്പ് വരെ വളരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നൊരു UI ആണ്. Redmi Note 10 Pro Max നമ്മൾ നോക്കുവാണെങ്കിൽ ധാരാളം ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു സോഫ്റ്റ്വെയർ സൈഡിൽ നമുക്ക് ലഭിക്കുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാടെന്ന് പറയുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ വേണ്ടി വരും. അത്രത്തോളം ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു Android 11 MIUI 12 ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. ബ്ലോട്ട് വെയർസ് ഒക്കെ ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷേ അതിനെ വെല്ലുന്ന ടൈപ്പ് ഫീച്ചേഴ്സ് നൽകുന്നതുകൊണ്ട് തന്നെ MIUI 12 റിയലി റെക്കമെൻഡിങ് ആണ്. Redmi Note 10 Pro Maxൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പ് വരെ ഞാൻ MIUI റെക്കമെൻഡ് ചെയ്യാറില്ലായിരുന്നു. എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമല്ലാത്തൊരു UI തന്നെയായിരുന്നു. പക്ഷേ Redmi Note 10 Pro Maxൽ ഈ ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്തപ്പം ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വരുന്ന കാലത്ത് ഒരുപാട് നല്ല ഫീച്ചേഴ്സ് MIUI നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റിൽ MIUI നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ പ്രോസസ്സർ നോക്കുവാണെങ്കിൽ Qualcomm Snapdragon 732G ആണ്. Adreno 618 ആണ് GPU വരുന്നത്. അപ്പോൾ ഗെയിമിംഗ് പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈലിൻ്റെ ആണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ BGMI ഗ്രാഫിക്സ് സെറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ സ്മൂത്തിൽ നമുക്ക് അൾട്രയും അതുപോലെ തന്നെ HD ഹൈയുമാണ് ലഭിക്കുന്നത്. അപ്പം ഈ ഒരു ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു പ്രോസസ്സിംഗ് അല്ല നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കുക. Note 10 Pro Maxൽ നമുക്ക് ആവറേജ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ്. എക്സലൻ്റ് ആയിട്ട് ഈ ഒരു ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു പ്രോസസ്സർ ഇതിൽ നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇതിലെ ഗെയിം പ്ലേ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ള സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് ഇതിൽ ഗെയിം പ്ലേ സ്മൂത്ത് ആണ്. ഇതിൽ ഗെയിം പ്ലേ നടക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ബഡ്ജറ്റിനനുസരിച്ചുള്ളൊരു പ്രോസസ്സറല്ല റെഡ്മി ഇതിൽ നൽകിയിരിക്കുന്നത്. Redmi Note 10 സീരീസിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് നൽകുന്ന ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ Redmi Note 10S ആണ്. പ്രോയോ പ്രോ മാക്സോ ഒന്നുമല്ല. അതിൽ നമുക്ക് G95 ആണ് ലഭിക്കുന്നത്. പക്ഷേ അതിൽ നമ്മൾ ക്യാമറ യൂസ് ചെയ്യുമ്പോഴും ഗെയിം കളിക്കുമ്പോഴും ഒക്കെ നമുക്ക് നല്ല ഹീറ്റിംഗ് ഇഷ്യൂ തോന്നിയായിരുന്നു. അതിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം. അപ്പോൾ ഇതിൽ നമുക്കൊരു ആവറേജ് പ്രോസസ്സറാണ്. പക്ഷേ ഈ ഒരു പ്രോസസ്സർ
പ്രോസസ്സറും ക്യാമറയും നല്ല സിങ്കാണ്. ഡെയിലി യൂസിന് നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരത്തില്ല, വളരെ എക്സലൻ്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്യും. അല്ലാതെ ബാക്കി എല്ലാ യൂസിനും നോർമൽ തന്നെയാണ്. ഗെയിമിംഗ് പെർഫോമൻസ് നോക്കുവാണെങ്കിലും ഇതിൽ നമുക്ക് ഗെയിം പ്ലേയബിൾ ആണ്, നമുക്ക് കുഴപ്പമില്ലാതെ ഇതിൻ്റെ ഹൈ സെറ്റിങ്സിലൊക്കെ കളിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസിനനുസരിച്ച് ഒരു പെർഫോമൻസ് അല്ല നമുക്കിതിൽ ലഭിക്കുന്നത്. സോ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കുന്ന ബഡ്ജറ്റിൽ ഏറ്റവും നല്ല പ്രോസസ്സർ ലഭിക്കണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ റെഡ്മി നോട്ട് എൻ എസ് എടുക്കാം. അതിൽ നല്ലത് നിങ്ങൾക്ക് വേറെ ബ്രാൻഡ് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പെർഫോമൻസ് അല്ല ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇതിൽ ഓക്കെ ആണ്, പക്ഷേ ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ബാക്കിയുള്ള ഫീച്ചേഴ്സാണ്. ഇതിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസിൽ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ഒരുപാട് ഞെട്ടിച്ചത് ഇതിൻ്റെ ഗെയിം ലോഞ്ചറാണ്. MIUI 12 മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഗെയിം കളിക്കുന്ന ആളെ എത്രത്തോളം കംഫർട്ടബിൾ ആക്കാവോ അതാണ് ഈ ഒരു ഗെയിം ലോഞ്ചറിൻ്റെ ലക്ഷ്യം. നോർമലി എല്ലാ ഗെയിം ലോഞ്ചറിൻ്റെ എയിം അത് തന്നെയാണ്. ഇതിൽ അതിനൊരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കേണ്ടി വരും. ഇതിൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ്, സ്ക്രീൻഷോട്ട് അങ്ങനെ നോർമലി വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതിലുപരി നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാനും കുറച്ച് അഡ്വാൻസ് സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാനും ഇവിടെ സാധിക്കുന്നുണ്ട്. ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹൈ ഒപ്റ്റിമൈസേഷൻ ആണ്. അതിൽ ഹൈലൈറ്റ് ആയിട്ട് വോയിസ് ചേഞ്ചർ എന്ന് പറയുന്നൊരു ഫീച്ചർ എനിക്ക് പറയാനുണ്ട്. നമുക്ക് വോയിസ് ചേഞ്ച് ചെയ്യാം, ഗെയിം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിലെ വോയിസ് ചേഞ്ച് ആവുന്നതാണ്. ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ 5020 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് 33 വാട്ടിൻ്റെ സപ്പോർട്ട് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ 5000 mAh എന്ന് പറയുന്നത് നോർമലി നമുക്ക് വളരെ മികച്ച ഒരു കപ്പാസിറ്റി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് 6000 7000 ഒക്കെ നൽകുന്ന ഫോൺസുകളുണ്ട്. പക്ഷേ 5000 നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ ഓക്കെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ ഈ പ്രോഡക്റ്റ് കാണാൻ വളരെ ഭംഗിയുള്ളതാണ്. അതുകൊണ്ട് ആ ഭംഗി കൺസർവ് ചെയ്യാൻ ഗാഡ്ജറ്റ് ഷീൽസിൻ്റെ ഒരു സ്കിന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ബ്രാൻഡിൻ്റെ പല സ്കിൻസും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഭംഗി അതേപോലെ കാത്തു സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് മെമ്പറിനായിട്ട് നിങ്ങൾക്ക് ഈ സ്കിന്ന് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ചൂസ് ചെയ്തേക്കുന്ന സ്കിന്നോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്കിന്ന് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഈ ഒരു സ്കിൻ ഒട്ടിച്ചുള്ള പ്രയോജനം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഗ്രിപ്പ് ലഭിക്കും. അതേപോലെ നല്ല ഭംഗിയാകും. ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും അങ്ങനെ ക്യാച്ച് ആവത്തില്ല. നിങ്ങൾക്ക് പിന്നീട് ഈ സ്കിന്ന് നിങ്ങൾ കുറേ മാസങ്ങൾക്ക് ശേഷം എടുത്ത് കളയുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ എങ്ങനെയാണോ വരുന്നത് അതേപോലെ ഇരിക്കും. സോ പ്രൊട്ടക്റ്റീവ് മെമ്പറിനായിട്ട് ഈ ഒരു സ്കിന്ന് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ നോക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മേജർ ഹൈലൈറ്റ് ക്യാമറ. 108 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും 5 മെഗാ പിക്സലിൻ്റെ മാക്രോയും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് അടങ്ങിയ ഒരു 4 ക്യാമറ അല്ലെങ്കിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറ നോക്കുവാണെങ്കിൽ 16 മെഗാ പിക്സലാണ്. അപ്പോൾ ഇതിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് റെഡ്മി നോട്ട് 10 നോട്ട് 10 സീരീസ് മൊത്തത്തിൽ എനിക്ക് ക്യാമറയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സീരീസ് തന്നെയാണ്. പ്രത്യേകിച്ച് നോട്ട് 10 പ്രോ ആൻഡ് പ്രോ മാക്സ്. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യും. ഇതിൻ്റെ ഹൈലൈറ്റ് ഫീച്ചർ തന്നെയാണ്. ലോ ലൈറ്റ് കണ്ടീഷനായാലും നല്ല ലൈറ്റിംഗ് ഉള്ള കണ്ടീഷനിലായാലും തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് തന്നെയാണ് ഇതിൻ്റെ ക്യാമറ വൈസ് വരുന്നത്. അതുമാത്രമല്ല നോട്ട് 10 പ്രോ ആൻഡ് പ്രോ മാക്സിൽ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് ക്യാമറയിൽ ലഭിക്കുന്നുണ്ട്. വ്ലോഗ് മോഡ്, ഡുവൽ മോഡ്, അതുപോലെ തന്നെ ക്ലോൺ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡ്, അതുപോലെ ഷോർട്ട് വീഡിയോസ്, അതേപോലെ തന്നെ നമുക്ക് സ്ലോ മോഷൻ 960 FPS, പ്രോ വീഡിയോ മോഡ് എന്നിങ്ങനത്തെ കുറേ മോഡ്സൊക്കെ ഇതിന് എക്സാമ്പിളാണ്. വീഡിയോ നോക്കുവാണെങ്കിൽ നമുക്ക് 4K to 30 FPS എടുക്കാൻ പറ്റും. 1080p 30 60 എടുക്കാൻ സാധിക്കും. ഫ്രണ്ടിൽ നമുക്ക് 1080p 30 FPS നമുക്ക് എടുക്കാൻ സാധിക്കും. ക്യാമറ വൈസ് തീർച്ചയായിട്ടും നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇപ്പോൾ റെഡ്മിയുടെ നോട്ട് 10 ആയാലും നോട്ട് 10 പ്രോ അല്ലെങ്കിൽ പ്രോ മാക്സ് ആയാലും ക്യാമറ ടു പ്രോസസ്സർ സിങ്ക് ആയാലും നമുക്ക് നല്ല രീതിയിലുള്ള വിഷ്വൽസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾ ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പാനലാണ്. HDR 10 സപ്പോർട്ടുണ്ട്. കൂടാതെ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. അപ്പോൾ വിഷ്വൽ എക്സ്പീരിയൻസ് മാത്രമല്ല ഓഡിയോയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാറ്റിസ്ഫൈ ആവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് നോർമലി വരുന്ന ഒരു മോണോ സ്പീക്കറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ലൗഡാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിൽ കിട്ടും. അപ്പോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നിങ്ങൾ ഒന്നുകൊണ്ടും വെറി ചെയ്യേണ്ട നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നോട്ട് 10 പ്രോ മാക്സിൽ നമുക്ക് ലഭിക്കുന്നത്. 6 or 8 GB റാമിൽ നിങ്ങൾക്ക് ലഭിക്കും. 128 GB ആണ് ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത്. UFS 2.2 ആണ് ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പ്. LPDDR4X ടൈപ്പാണ് റാം വരുന്നത്. വില നോക്കുകയാണെങ്കിൽ 6 128 നമുക്ക് 20,000 രൂപയ്ക്കും 8 128 22,000 രൂപയ്ക്കാണ് നമുക്ക് സൈറ്റിൽ ലഭിക്കുന്നത്. അപ്പം ഈ ഒരു വാല്യൂ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ് പക്കാ വാല്യൂ ഫോർ മണി തന്നെയാണ്. പക്ഷേ ചില ആസ്പെക്ട്സ്, അതായത് നിങ്ങൾക്കിപ്പോൾ പ്രോസസ്സറാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാല്യൂ ഫോർ മണി അല്ല. ഇതിൽ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് മികച്ച പ്രോസസ്സർ നൽകുന്ന കുറേ ഫോൺസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4K to 30 FPS നിങ്ങൾ ഇതിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതേ 4K നിങ്ങൾക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാക്കത്തില്ല. കൈൻ മാസ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ കൺവേർട്ട് ചെയ്യേണ്ടി വരും. സോ നിങ്ങൾ ഈ ബഡ്ജറ്റിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാമറ, മൾട്ടിമീഡിയ, അതുപോലെ തന്നെ ഒരുപാട്
ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. ക്യാമറ വളരെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, അതിൽ നമുക്ക് ഡിസ്പ്ലേ വരും, സ്പീക്കേഴ്സ് വരും, അതുപോലെ ബാറ്ററി കപ്പാസിറ്റി വരും, എല്ലാം കൊണ്ട് നല്ലൊരു ഇതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ നോക്കുവാണെങ്കിലും തീർച്ചയായിട്ടും നല്ല സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിസൈൻ തന്നെയാണ്. പ്രോസസ്സർ കൊള്ളില്ല എന്നല്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ ബഡ്ജറ്റിൽ കുറച്ചുകൂടെ നൽകാമായിരുന്നു. അതായത് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വേറെ പ്രോഡക്റ്റ്സ് ഉണ്ട് പ്രോസസ്സർ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഈ ഒരു ബഡ്ജറ്റിൽ 120 Hz സൂപ്പർ ആമോലെഡൊക്കെ നൽകുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം ഇനി എടുക്കണോ, ആ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പ്രൈമറി ഉദ്ദേശമായിട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. കാര്യം ഇതിൻ്റെ പല സ്പെസിഫിക്കേഷനും ഈ ഒരു മോഡൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പല ബ്രാൻഡ്സിനും നൽകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റിവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മികച്ച, ഏതൊക്കെ കാര്യത്തിലാണ് മികച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബൈയിങ് ലിങ്ക്സ് ഒക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു കിടലൻ വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.